പത്തനംതിട്ട പന്തളം കൈപ്പുഴ കൊട്ടാരത്തിൽ മോഷണശ്രമം. പശ്ചിമബംഗാൾ സ്വദേശി പോലീസിന്റെ പിടിയിലായി. ഇന്നലെ രാത്രിയോടെയാണ് പുത്തൻകോഴിക്കൽ കൊട്ടാരത്തിൽ മോഷണശ്രമം നടന്നത്. കഴിഞ്ഞ ദിവസം അടൂരിലും പ്രവാസിയുടെ വീട്ടിൽ മോഷണശ്രമം നടന്നു. പന്തളം കൈപ്പുഴ പുത്തൻകോയിക്കൽ കൊട്ടാരത്തിൽ ദീപാവർമ്മയുടെ വീട്ടിലായിരുന്നു മോഷണശ്രമം. രാത്രി 10 മണിയോടെ കൊട്ടാരത്തിന്റെ പരിസരത്തെത്തിയ മോഷ്ടാവ് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതും നടന്നു നീങ്ങുന്നതും എല്ലാം CCTVയിൽ പതിഞ്ഞു. ശബ്ദം കേട്ട് ഉടമ ദീപാവർമ്മ ബഹളമുണ്ടാക്കി. ബന്ധു ദിലീപ് ഓടിയെത്തി കള്ളനെ പിടികൂടി. പന്തളം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുത്തു. പശ്ചിമബംഗാൾ സ്വദേശി 46 വയസ്സുകാരനായ സുധാകറാണ് പിടിയിലായത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസം അടൂർ മാങ്കോട്ടത്തിൽ അടച്ചിട്ട പ്രവാസിയുടെ വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു. പ്രവാസിയായ ജോസിന്റെ വീട്ടിലായിരുന്നു കവർച്ചാശ്രമം. ഒന്നും കിട്ടാതെ വന്നതോടെ മുറ്റത്ത് കിടന്ന കാറ് മോഷ്ടാവ് തല്ലി തകർത്തു. 2 മാസം മുമ്പ് വാങ്ങിയതായിരുന്നു വാഹനം. CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടാവ് കൊണ്ടുപോയി. മോഷണ പരമ്പര ജില്ലയിൽ കൂടിയതോടെ കള്ളന്മാർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ അടക്കം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.